ഇവിടെ ഭരിക്കപ്പെടാത്തതിന്റെ സുഖമില്ല, ഭരിക്കുന്നതിന്റെ ഒരു ഭാരം നമ്മുടെ ചുമലിൽ കയറ്റിവെച്ച ഫീലിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് വേണം. ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയാണ്, സഹിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ പതിവില്ലാത്ത വിധം തുടർഭരണമുണ്ടാകും എന്ന ഉറച്ച ആത്മവിശ്വാസം ഭരിക്കുന്ന സർക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് അമിതമായ ആത്മവിശ്വാസമാണെന്നും ഉറപ്പായും ഞങ്ങൾ തന്നെ ഭരണത്തിൽ തിരിച്ചുവരും എന്ന് പ്രതിപക്ഷവും അവകാശപ്പെടുന്നുണ്ട്. BJPയും കരുത്ത് കാണിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് കേരളത്തിന് മുന്നിൽ ആവർത്തിച്ചു പറയുന്ന ഒരു മാസം കഴിഞ്ഞാണ് നാളെ കേരളത്തിന്റെ വോട്ടർമാർ ബൂത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ അംഗങ്ങളോ അനുയായികളോ അനുഭാവികളോ അല്ല ഇവിടുത്തെ ഭരണം തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിഷ്പക്ഷ വോട്ടർമാരാണ് കേരളത്തിലെ നിർണായക ശക്തി. നമ്മൾ പറയാറുണ്ടല്ലോ ഡിസൈസീവ് ഫോഴ്സ്. നിർണായക ശക്തി എന്ന് പറയുന്നത് ഇവിടെ LDF-ന്റെയോ UDF-ന്റെയോ അംഗങ്ങളോ അനുയായികളോ അനുഭാവികളോ അല്ല. ഇവിടുത്തെ നിർണായക ശക്തി എപ്പോഴും നിഷ്പക്ഷ വോട്ടർമാരാണ്. നിഷ്പക്ഷം ഞാൻ പറഞ്ഞത് അവരൊരു പാർട്ടിയുടെ അണികളോ അനുയായികളോ അല്ല എന്ന അർത്ഥത്തിലാണ്. അവർക്ക് രാഷ്ട്രീയമില്ല, അവർ അരാഷ്ട്രീയക്കാരാണ് എന്ന അർത്ഥത്തിലേ അല്ല. അതുകൊണ്ട് അവരാണ് ഇവിടുത്തെ നിർണായക ശക്തി. ജനങ്ങളാണ് മേലെ എന്ന് എപ്പോഴും കേരളീയ സമൂഹം ആവർത്തിച്ചുറപ്പിക്കാറുണ്ട് ഓരോ ഇലക്ഷനും. അത് ശരിയാ. ഇതില് കാരശ്ശേരി മാഷ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടുകൾ അവരാണ് ഡിസൈസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞകാല സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ. അത് നമ്മൾ കുറേ മാസങ്ങളായി ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അത് എന്ത് സർവേ വന്നാലും ജനങ്ങളുടെ മനസ്സിൽ അതുണ്ട്, ഒരു ആന്റി വേവ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രകടന പത്രിക, സാധാരണ പ്രകടന പത്രിക എന്ന് പറയാൻ പറ്റാത്ത, ഇത്തവണ ഡോക്ടർ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരുപാട് ഉദാത്തമായിട്ടുള്ള ആശയങ്ങൾ, അത് പ്രായോഗികമാണോ എന്ന സംശയത്തിന് വ്യക്തമായ മറുപടി ആ ടീം നൽകിയിട്ടുണ്ട്. ദിസ് ക്യാൻ ബി മെയ്ഡ് പോസിബിൾ. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇതൊക്കെ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടേഴ്സിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത മുറിവായിട്ട് തന്നെ കാണും. അവരുടെ വോട്ടെന്ന് പറയുന്നത് അവർ പ്രകടിപ്പിക്കില്ല. ഒരു സർവേയിൽ പോലും അവർ പങ്കെടുക്കാൻ തയ്യാറാവില്ല. അവരുടെ ഒരു ഇറിറ്റേഷൻ, അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഞാൻ പറയട്ടെ. എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം ഈ PSC റാങ്ക് ലിസ്റ്റില് അവർ ഉയർന്ന റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി, 77ാം റാങ്ക് കിട്ടിയ അനു എന്ന ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഒരു സൊല്യൂഷൻ അല്ല ഒന്നിനും. പക്ഷെ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടില് ഒരു ഉദ്യോഗാർത്ഥി ഉയർന്ന റാങ്ക് കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലെ സെലിബ്രേഷൻ എന്തായിരിക്കും? എൻ്റെ വീട്ടിൽ കൂടുതലും ഗവൺമെന്റ് സർവൻസ് ആണ്. അവർ PSCയിൽ ഉയർന്ന റാങ്ക് കിട്ടി എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. സിവിൽ പോലീസ് ഓഫീസേഴ്സ് അവര് ഉയർന്ന റാങ്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ അവർ യൂണിഫോം ഇട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പൊ അവരോടുള്ള ആ നിലപാടെന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കഷ്ടായിപ്പോയി, വെടിവെച്ച് കൊല്ലണപ്പം അതിനെ. നിഷ്പക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് മൈനസുകൾ കഴിഞ്ഞകാല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമനപരമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രകടന പത്രികയിലുണ്ട്. അത് വിശ്വസിക്കാവുന്ന ഒരു പ്രകടന പത്രികയാണ്. വാഗ്ദാനങ്ങൾക്കപ്പുറം ദോസ് തിങ്സ് ആർ ഗോയിങ് ടു ബി ഇംപ്ലിമെന്റഡ്. അത് ജനങ്ങളുടെ മനസ്സിൽ വളരെ ഉറച്ച ഒരു വിശ്വാസമാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. അതുപോലെ തന്നെ കോവിഡ് പോലുള്ള മഹാപ്രതിസന്ധി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവര് ഒരു ഉദാസീന മട്ടിൽ സാധാരണ മറ്റു പല താല്പര്യങ്ങൾ, അതുപോലെ തന്നെ ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ പോലും മാറ്റിവെക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ മാറ്റിവെച്ചിട്ട് അവർ വോട്ട് ചെയ്യും. കാരണം അവർക്കൊരു അനുഭവമുണ്ട്, കഴിഞ്ഞ 5 കൊല്ലത്തെ അനുഭവം. ഒരിക്കൽ പോലും അനുഭവിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാനും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത വിധത്തിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും, അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ സൗജന്യമായി ചികിത്സിക്കാനും, ലോക്ക്ഡൌൺ വന്നപ്പോൾ പരിപൂർണമായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനും താമസ സൗകര്യം കൊടുക്കാനും ഒക്കെ വേണ്ടി തയ്യാറായ ഒരു സർക്കാർ ഉണ്ട് എന്നുള്ളൊരു അനുഭവം അവർക്കുണ്ട്. അതിനൊന്നും ഇല്ലേ? അതായത് ഈ ക്രൈസിസ് മാനേജ്മെന്റ്, പ്രളയമായിക്കോട്ടെ, കോവിഡ് എന്ന മഹാമാരി ആയിക്കോട്ടെ, അത് മാനേജ് ചെയ്ത രീതി അതിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം ക്രെഡിറ്റ് അല്ല. ഇവിടെ എൻറ്റയർ ടീം ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ്, ആരോഗ്യരംഗത്തെ എല്ലാ പ്രവർത്തകരും, പ്രതിപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിറ്റി കിച്ചണിൽ സഹകരിച്ച ആരാണ്?
ഇവിടുത്തെ ജനങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല. മാത്രമല്ല ഇത്തരം സംഭവങ്ങളിൽ അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ, ഫാമിൻസ് ആയിക്കോട്ടെ, മഹാമാരികളായിക്കോട്ടെ, അത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഔദാര്യമല്ല. ഇറ്റ് ഈസ് അവർ റൈറ്റ്. 100% ഞാൻ യോജിക്കുന്നു. നമ്മുടെ അവകാശമാണ്. അത് കറക്റ്റായിട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ട് ഒരു സർക്കാർ അവകാശപ്പെടാൻ പാടില്ല. ജനങ്ങൾ പറയണം, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ്. ഇത് പാർട്ടിക്കാരെല്ലാവരും, ഇടതുപക്ഷ സർക്കാരും സർക്കാരിന്റെ ആൾക്കാരും എല്ലാം പറയുന്നു, ഞങ്ങൾ കിറ്റ് തന്നില്ലേ, ഞങ്ങൾ പെൻഷൻ തന്നില്ലേ. അതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ശക്തമായ പരിഭവവും പ്രതിഷേധവും എനിക്കുണ്ട്. യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അതായത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാല സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ, ഈ വോട്ടർ പട്ടിക കാരശ്ശേരി സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ജനാധിപത്യ സംസ്ഥാനത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അത് ഇലക്ഷൻ ഓഫീസർ പോലും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതിന് ഉത്തരവാദികളായ ഓഫീസർമാരെ, ഇലക്ഷൻ ഓഫീസർമാരെ, ഈ പട്ടിക തയ്യാറാക്കിയ ഓഫീസർമാരെ ഏതെങ്കിലും തരത്തിൽ അവരെ ഒരു ഷോ കോസ് നോട്ടീസോ അവരുടെ പേരിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി എടുത്തിരുന്നെങ്കിൽ നമ്മൾ സന്തോഷിക്കുമായിരുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ മോശമാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കാരശ്ശേരി മാഷ് അദ്ദേഹത്തെ പോലും പരിഹസിക്കുന്ന തരത്തിൽ ഇവിടെ എന്തുമാത്രം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഷാനിക്കറിയാം. അതിനോടൊപ്പം ഞാൻ യോജിക്കുന്നില്ല. അത് ഏത് പാർട്ടിക്കാർ ചേർന്നാൽ അവിടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ട്. കഴിഞ്ഞ കാല സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ ഇങ്ങനെ ഓരോന്നായി, സ്പ്രിംഗ്ലർ ആയിക്കോട്ടെ, ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കരാർ, അത് പറയുമ്പോൾ എന്താ, അയാൾക്ക് തലയ്ക്ക് അസുഖമാണ്. ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുകയാണ്, ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറയാണ് തലയ്ക്ക് അസുഖമാണെന്ന്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. പിന്നെ മാത്രമല്ല, അശോകൻ ചെരുവിൽ സാർ പറഞ്ഞു നാടിന്റെ നായകൻ. ആ നായകൻ എന്നുള്ള കോൺസെപ്റ്റ് ഇതിന്റെ തെറ്റാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം, സർക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. നായകന് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ജനസമ്പർക്ക പരിപാടിക്ക് ഉമ്മൻചാണ്ടി സാർ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് എടുത്തോ? ഇല്ല. UDF സർക്കാരിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. ഉമ്മൻചാണ്ടി സാർ ഞാൻ ജനസമ്പർക്ക പരിപാടി, ഇവിടെ നായകനെ ഒരു വല്ലാത്ത രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നു. ഒരു നായകനും ജനങ്ങൾ അങ്ങനെ ടോളറേറ്റ് ചെയ്യില്ല, നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭരിക്കുന്ന, ഞാൻ അഭിനയിച്ചിട്ടുള്ള CN ശ്രീകണ്ഠൻ നായർ സാറിന്റെ നാടകം സാകേതത്തിലെ ദശരഥൻ, ഞാൻ ലക്ഷ്മണന്റെ വേഷമായിരുന്നു. ശ്രീരാമനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കുമാര, ഭരിക്കുന്നതിന്റെ സുഖം നിനക്കും ഭരിക്കപ്പെടാത്തതിന്റെ സുഖം ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന്. ഇവിടെ ഭരിക്കപ്പെടാത്തതിന്റെ സുഖമല്ല, ഭരിക്കുന്നതിന്റെ ഒരു ഭാരം നമ്മുടെ ചുമലിൽ കയറ്റിവെച്ച ഫീലിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് വേണം. ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയാണ്, സഹിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? അത് വിട്ട് നമ്മൾ എവിടെ നോക്കിയാലും അഴിമതിയുടെ കഥകൾ. പിന്നെ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. ഇവിടെ ലിറ്ററസിയുടെ കാര്യത്തിൽ, എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളം ഇന്ന് അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓരോ ദിവസവും ഓരോ അഴിമതി. അത് ആരോപണങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ഇടതുപക്ഷ സർക്കാരിന് നേരെ ഇങ്ങനെ തുരുതുരെ ആരോപണങ്ങൾ വരുന്നത് അത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ അതിന് സ്വഭാവത്തിന് യോജിച്ചാണോ? ഉദാത്തമായ ആശയമല്ലേ കമ്മ്യൂണിസം? വേർ ദ സ്റ്റേറ്റ് വിതേഴ്സ് എവിടെ, വേർ ദ സ്റ്റേറ്റ് വിതേഴ്സ് അവേ, ഭരണകൂടം അലിഞ്ഞില്ലാതാകുന്ന അവസ്ഥ. ഇവിടെ ഭരണകൂടം ഓരോ ദിവസവും ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞൊരു ഭാരം അടിച്ചേൽപ്പിക്കുന്ന അഴിമതിയുടെ കഥകൾ, ഇവിടെ കൊലപാതകത്തിന്റെ രാഷ്ട്രീയം, അതൊക്കെ തന്നെ എത്ര ജീവനുകളാണ് പൊലിഞ്ഞത്. ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അക്രമത്തിനെതിരാണ്, ഞാൻ അഹിംസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, ഞാനൊരു ഗാന്ധിയനാണ്, അത് ഗാന്ധി മാർഗത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ കഴിഞ്ഞകാല ചെയ്തികൾ എന്ന് പറയുന്നത് വേദനയുണ്ട്, പ്രയാസമുണ്ട്. അതിനെതിരെ ശക്തമായ ഒരു വിധിയെഴുത്തുണ്ടാകും തന്നെയാണ് എന്റെ അഭിപ്രായം. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.